ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജിലേബിയാണ്. ഇന്നൊരു സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ഉഴുന്നാണിത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇപ്പം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ജിലേബി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓറഞ്ച് റെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജിലേബിയുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കവറിലേക്ക് ഇട്ട് കൊടുക്കണം. വിപ്പിംഗ് കവറിലേക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾക്ക് എന്നിട്ട് ഇത് പിരിച്ച് ടൈറ്റാക്കി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉഴുന്നെടുത്ത അതേ കപ്പ് കൊണ്ട് 2 കപ്പ്. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ സിറപ്പ് ഒറ്റനൂറ് പരുവാവുന്നവരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്നിട്ട് കൊടുക്കാം. ഇപ്പം ഏതാണ്ടൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി അതല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി. ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ കാണിക്കുമ്പോൾ ഒറ്റനൂലായിട്ട് വന്നിരിക്കണം. ഇതിലേക്ക് നമുക്ക് 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ആ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഷുഗർ സിറപ്പ് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. ഞാൻ ദോശത്തവയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കാം. ഒത്തിരി ഓയിൽ ഒഴിക്കരുത്. കാരണം ഒത്തിരി ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മളിതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ ഈ ജിലേബി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പാടായിരിക്കുന്നു. ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ തുടക്കക്കാർക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ അതിൽ കുറച്ചൊഴിക്കണം നല്ലത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ റെഡിയായി വന്നിരിക്കുന്ന ജിലേബി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരി ഫ്ലെയിമിലാണ്, ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ജിലേബി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി റെഡിയായി. ഇനി നമ്മൾ ഷുഗർ സിറപ്പിലിട്ട ജിലേബി എടുക്കാം.
ഇത് ഞാനിപ്പോൾ ഇത്തിരി ഓയിൽ കൂടുതൽ ഒഴിച്ച് റെഡിയാക്കിയ ജിലേബിയാണ്. ഇത്തിരി കുഴിയുള്ള പാനിലേക്ക് ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്ക് അതെങ്ങനെയാണെങ്കിൽ ആ ജിലേബിയുടെ ഓരോ ലെയറും ഇങ്ങനെ പൊങ്ങി പൊങ്ങി നല്ല ഫ്ലവർ പോലെ ഇരിക്കും. പക്ഷേ ഈ പാനിന് ഒത്തിരി വട്ടം ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ ഉള്ള ചെറിയ പാനാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ജിലേബി എല്ലാം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ജിലേബിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജിലേബി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.